ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മർച്ചന്റ് നേവിൻ്റെ ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ മർച്ചന്റ് നേവി ടോപ്പിക്സ് ഒന്നും ആഡ് ചെയ്യാത്തത്. അപ്പോൾ ഏട്ടൻ കുറച്ച് ബിസിയാണ്. ഇപ്പം ഞാൻ ഓൾറെഡി ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആൾ ബാംഗ്ലൂരേക്ക് പോയിട്ടാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തിരക്കൊക്കെ ആയതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഈ ഒരു ടോപ്പിക്ക് പറയാൻ കരുതിയത്. പോകുന്നതിന് മുന്നേ എനിക്ക് ടോപ്പിക്കിനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ട് ഞാനത് നോട്ട്സ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. അപ്പം വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് കൂടി ചെയ്യണേ. അപ്പോൾ നമ്മുടെ ചാനലിൽ മർച്ചന്റ് നേവിയുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. ഞാൻ മർച്ചന്റ് നേവി എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മർച്ചന്റ് നേവി വീഡിയോസ് കാണാൻ സാധിക്കും. അപ്പോൾ മർച്ചന്റ് നേവിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവരും അതുപോലെ മർച്ചന്റ് നേവിയിലേക്ക് ജോലിക്ക് കയറാൻ ആഗ്രഹിക്കുന്നവർ പക്ഷെ കൂടുതലായിട്ട് മർച്ചന്റ് നേവിനെ കുറിച്ചൊന്നും അറിയില്ല എന്നുള്ളവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണാവുന്നതാണ്. അപ്പം ഇനി വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ പറയാൻ പോകുന്നത് COCനെ കുറിച്ചിട്ടാണ്. എന്താണ് COC, എങ്ങനെയാണ് COC എടുക്കേണ്ടത്, എന്തൊക്കെയാണ് എലിജിബിലിറ്റി വേണ്ടത്, ആർക്കൊക്കെയാണ് COC എടുക്കാൻ സാധിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇത് കുറച്ച് ഡൗട്ട്സ് വന്നതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. നമ്മൾ സർട്ടിഫിക്കറ്റ് ഓഫ് കോമ്പിറ്റൻസി ആണ് COC എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾ ഷിപ്പിൽ ഫസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യുന്ന സമയത്ത് ട്രെയിനി അല്ലെങ്കിൽ ഒരു കാഡറ്റ് ഒക്കെ ആയിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. അവിടുന്ന് ജൂനിയർ ഓഫീസർ ആകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് COC നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ഇനി ജൂനിയർ ഓഫീസറിൽ നിന്നും സീനിയർ റാങ്കിലേക്ക്, അതായത് എൻജിൻ സൈഡ് ആണെങ്കിൽ ചീഫ് എഞ്ചിനീയർ, ഡെക്സ് സൈഡിലാണെങ്കിൽ ക്യാപ്റ്റൻ, അങ്ങനെയൊക്കെ ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു COC മസ്റ്റായിട്ടും കയ്യിലുണ്ടായിരിക്കണം. ഓക്കെ, ഇപ്പം നിങ്ങളിപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ DNS കോഴ്സ് പഠിച്ചവരാണ് നിങ്ങളെങ്കിൽ, DNS കോഴ്സ് പഠിച്ച് നിങ്ങൾ ഷിപ്പിൽ ട്രെയിനി ആയിട്ട് കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 18 മാസത്തെ സർവീസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് വേണ്ടിയിട്ട്, അടുത്ത ഹയർ എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതായത് COC ലഭിക്കുന്ന എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതാണ് എലിജിബിലിറ്റി. അപ്പോൾ ഈ ഒരു ട്രെയിനി ആയിട്ട് നിങ്ങൾ അല്ലെങ്കിൽ കാഡറ്റ് ആയിട്ട് നിങ്ങൾ ജോലി ചെയ്ത് കഴിഞ്ഞ് 18 മാസത്തെ സർവീസ് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് COCക്ക് വേണ്ടിയിട്ട് ഉള്ള എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ഇനി BSc നോട്ടിക്കൽ സയൻസ് ആണെങ്കിൽ DNS എന്ന് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ട് എല്ലാവർക്കും, ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ്. ഓക്കെ, ഇനി BSc നോട്ടിക്കൽ സയൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് 12 മാസത്തെ സർവീസ് മാത്രമേ ട്രെയിനി ആയിട്ട് വേണ്ടൂ COCക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഇതെന്തുകൊണ്ടാണ് ഈ 18 മാസത്തെ 12 മാസം ആ ഒരു ഡിഫറൻസ് വരുന്നത്, എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ DNSനെ കുറിച്ചിട്ടും BSc നോട്ടിക്കൽ സയൻസിനെ കുറിച്ചിട്ടും ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം, ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കോളൂ. ഇനി DNS പഠിച്ചിട്ടാണ് നിങ്ങൾ COCക്കുള്ള എക്സാം അപ്പിയർ ചെയ്യാൻ നിൽക്കുന്നതെങ്കിൽ, അറ്റൻഡ് ചെയ്യാൻ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് റിട്ടൺ എക്സാമും ഓറൽ എക്സാമും നിങ്ങൾ ക്ലിയർ ചെയ്തിരിക്കണം. BSc നോട്ടിക്കൽ സയൻസ് ആണെങ്കിൽ റിട്ടൺ എക്സാം മാത്രം മതി, ഓറൽ എക്സാം ഇല്ല. BSc നോട്ടിക്കൽ സയൻസ് പഠിച്ചിട്ടാണ് നിങ്ങൾ ഈ ഒരു COCക്ക് അപ്ലൈ ചെയ്യാൻ നിൽക്കുന്നതെങ്കിൽ ഓറൽ എക്സാം മാത്രമേ ഉള്ളൂ, റിട്ടൺ എക്സാം വരുന്നില്ല. BTech മെറൈൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ GME കോഴ്സാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് 6 മാസത്തെ സർവീസ് ട്രെയിനി ആയിട്ട് 6 മാസത്തെ സർവീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് 4 ടിക്കറ്റിന്, അതായത് COCക്ക് ജൂനിയർ എഞ്ചിനീയർ റാങ്കിലേക്കുള്ള COC ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആണ്. നിങ്ങൾ GME പഠിച്ചവർക്കും അതുപോലെ BTech മെറൈൻ എഞ്ചിനീയറിംഗ് പഠിച്ചവർക്കും COCക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് റിട്ടൺ എക്സാമും ഓറൽ എക്സാമും എന്തായാലും അറ്റൻഡ് ചെയ്തിരിക്കണം. അത് രണ്ടും കൂടി ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് COC ലഭിക്കൂ. ഓഫീസർ റാങ്കിലെ സെക്കൻഡ് മീറ്റ് എക്സാം അറ്റൻഡ് ഒക്കെ ചെയ്തു, അതൊക്കെ ക്ലിയർ ചെയ്തവരാണെങ്കിൽ അവർക്ക് തേർഡ് ഓഫീസർ ആയിട്ട് ഷിപ്പിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. പിന്നെ വർക്ക് എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് സെക്കൻഡ് ഓഫീസർ റാങ്കിൽ വരെ വർക്ക് ചെയ്യാൻ സാധിക്കും ഷിപ്പിൽ. ഇത് എൻജിൻ ഡിപ്പാർട്ട്മെന്റിലാണ് വരുന്നതെങ്കിൽ ക്ലാസ് 4 ടിക്കറ്റ് എടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ, ആ ഒരു COC ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4th എഞ്ചിനീയർ ആയിട്ട് ഷിപ്പിലേക്ക് ജോലിക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. തേർഡ് എഞ്ചിനീയർ ആയിട്ട് വരെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. എക്സ്പീരിയൻസ് വെച്ചിട്ട് 4th എഞ്ചിനീയർ ആയിട്ട് ജോലിക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ് വെച്ചിട്ട് ഷിപ്പിൽ തേർഡ് എഞ്ചിനീയർ റാങ്കിൽ വരെ ജോലി ചെയ്യാൻ സാധിക്കും. ഇതൊക്കെ പറഞ്ഞതാണ് മർച്ചന്റ് നേവിയിലെ ജൂനിയർ റാങ്ക്സ്. അപ്പോൾ ഈ പറഞ്ഞതൊക്കെയാണ് മർച്ചന്റ് നേവിയിലെ ജൂനിയർ റാങ്ക്സ്. ഇനി സീനിയർ റാങ്ക്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജൂനിയർ ഓഫീസർ ആയിട്ട് ഒരു 12 മാസത്തെ സർവീസ് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ചീഫ് മേറ്റ് എക്സാമിന് വേണ്ടിയിട്ട് അറ്റൻഡ് ചെയ്യാം. അപ്പോൾ ആ ഒരു എക്സാം കൂടി ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ COC ലഭിച്ചു കഴിഞ്ഞാൽ ഷിപ്പിൽ നിങ്ങൾക്ക് ചീഫ് എഞ്ചിനീയർ വരെ ആകാൻ സാധിക്കും. ഇനി ഇത് എഞ്ചിൻ ഡിപ്പാർട്ട്മെന്റിലെ കാര്യമാണ് പറയുന്നതെങ്കിൽ ജൂനിയർ എഞ്ചിനീയർ ആയിട്ട്, ഇനി ഇത് ക്ലാസ് 2
ഇനി ഇത് എഞ്ചിൻ ഡിപ്പാർട്ട്മെന്റിലെ കാര്യം പറയുന്നതെങ്കിൽ ജൂനിയർ എഞ്ചിനീയർ ആയിട്ട് ഒരു 12 മാസത്തെ സീ സർവീസ് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് മേറ്റ് എക്സാമിന് നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എലിജിബിൾ ആണ്. അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് COC ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെക്കൻഡ് എഞ്ചിനീയർ ആയിട്ട് ഷിപ്പിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. ഡെക്ക് ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യം പറയുമ്പം ഡെക്ക് ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയത് ചീഫ് ഓഫീസർ വരെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ചീഫ് ഓഫീസർ ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്തു. ഇനി നമ്മൾ നേരെ ഡെക്ക് ഡിപ്പാർട്ട്മെന്റിലോട്ടേക്കാണ് ഇനി നേരെ പോകുന്നത്. ഈ ഡെക്ക് ഡിപ്പാർട്ട്മെന്റിലെ കാര്യം എടുത്തു നോക്കാം. അവിടെ നമ്മൾ ചീഫ് ഓഫീസറിന്റെ കാര്യം വരെയാണ് പറഞ്ഞു നിർത്തിയിട്ടുള്ളത്. അപ്പോൾ ചീഫ് ഓഫീസർ ആയിട്ട് ഒരു 12 മാസത്തെ സീ സർവീസ് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മാസ്റ്റർ COCക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആണ്. ആ ഒരു COC കൂടി ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ക്യാപ്റ്റൻ ആയിട്ട്, അതായത് കപ്പലിലെ കപ്പിത്താനായിട്ട് നിങ്ങൾക്ക് ജോലിക്ക് കയറാൻ സാധിക്കും. മർച്ചന്റ് നേവിയിൽ ഷിപ്പിലെ ക്യാപ്റ്റൻ ആകാൻ സാധിക്കും ഈ ഒരു മാസ്റ്റർ COC കൂടി ലഭിച്ചു കഴിഞ്ഞാൽ. നമുക്ക് നേരെ എഞ്ചിൻ ഡിപ്പാർട്ട്മെന്റിലോട്ടേക്ക് വരാം. എഞ്ചിൻ ഡിപ്പാർട്ട്മെന്റിലാണെങ്കിൽ 12 മാസം സെക്കൻഡ് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ് 1 ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എലിജിബിൾ ആയി. ആ ഒരു എക്സാം ക്ലിയർ ചെയ്ത് ക്ലാസ് 1 ടിക്കറ്റിന്റെ COC കൂടി ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഷിപ്പിലെ ചീഫ് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യാം. നെക്സ്റ്റ്, അധികം ആൾക്കാർക്ക് പരിചിതമല്ലാത്തൊരു റാങ്കാണ് സർവേയർ റാങ്ക് എന്നുള്ളത്. അത് ഈ ഒരു ക്യാപ്റ്റനെക്കാളും ചീഫ് എഞ്ചിനീയറെക്കാളും കുറച്ച് ഹയർ പൊസിഷനിൽ വരുന്ന റാങ്കാണ്. അപ്പോൾ ഈ ഒരു റാങ്കിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ക്യാപ്റ്റൻ അല്ലെങ്കിൽ ഒരു ചീഫ് എഞ്ചിനീയർ ആയിട്ട് 12 മാസത്തെ സീ സർവീസ് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ സർവേയർ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എലിജിബിൾ ആയിരിക്കും. അപ്പോൾ സർവേയർ ടിക്കറ്റിൻ്റെ ആ ഒരു സർവേയർ COC കൂടി ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഷിപ്പിംഗ് കമ്പനിയിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. അതായത് ഷിപ്പിൻ്റെ ഓവറോൾ സർവേ ഒക്കെ എടുക്കലാണ് ഈ ഒരു സർവേ റാങ്കിൽ എത്തിക്കഴിഞ്ഞാലുള്ള മെയിൻ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. അപ്പം ഷിപ്പിംഗ് കമ്പനിയിൽ വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഫ്ലാഗ് സ്റ്റേറ്റിൽ പോർട്ട് സ്റ്റേറ്റിലൊക്കെ വർക്ക് ചെയ്തിട്ട് സർവേയർ ആകാം. നെക്സ്റ്റ് നമ്മൾ പറയാൻ ഉള്ളൊരു കാര്യമാണ് ETOനെ കുറിച്ചിട്ട്. ETO കോഴ്സ് പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ ട്രെയിനി ആയിട്ട് ഷിപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. 8 മാസത്തെ സീ സർവീസ് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ETOന്റെ COCക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ആ ഒരു COC കൂടി ലഭിച്ചു കഴിഞ്ഞാൽ ETO ഓഫീസർ ആയിട്ട് തന്നെ ഷിപ്പിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് COCനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ ഓരോ റാങ്കിലും ജോലി ചെയ്തിട്ട് എത്ര മാസത്തെ എക്സ്പീരിയൻസ് ആണ് അടുത്തൊരു റാങ്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വേണ്ടത്, അപ്പോൾ ആ ഒരു COC ലഭിച്ചു കഴിഞ്ഞാൽ അടുത്ത ഏതൊരു പൊസിഷനിലേക്കാണ് പോകേണ്ടത് എന്നൊക്കെ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഇതിനെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ഒക്കെ വരുന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാ ID ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ. താങ്ക്